ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം എന്തിനാണ് മനുഷ്യകുലത്തിന് മുന്നറിയിപ്പുകൾ നൽകുന്നത്? സംഭവിച്ച കാര്യങ്ങൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും വീഴ്ചകളെയും പിഴവുകളെയും തിരുത്തി ജാഗ്രതയോടെ മുമ്പോട്ട് പോകുവാനും മാറ്റം വരുത്തി നവീകരണത്തിലൂടെ കാലത്തിനനുസരിച്ച് പുതിയ വ്യക്തികളായി തീരുവാനും വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നീതിയും കരുണയും സ്നേഹവുമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അത് അവഗണിക്കുകയും തിരസ്കരിക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പിൻ്റെ ചരിത്രം കൂടിയാണ് ബൈബിൾ. വിശുദ്ധിയും വിവേകവും വിനയവും വിശ്വാസവുമുള്ളവർ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ വേഗത്തിൽ തിരിച്ചറിയും. അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അത് വെളിപ്പെടുത്തുന്നത്. മുന്നറിയിപ്പുകളെ തിരിച്ചറിയാതിരിക്കുകയോ അവഗണിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തതുകൊണ്ടാണ് വ്യക്തികളായാലും സമൂഹങ്ങളായാലും പ്രസ്ഥാനങ്ങളായാലും സംസ്കാരങ്ങളായാലും ദേശങ്ങളായാലും തകർന്നുപോയത്, കാലഹരണപ്പെട്ടു പോയത്, നാമാവിശേഷമായത്. ലോകചരിത്രം നമ്മെ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കലഹങ്ങൾക്കും കലാപങ്ങൾക്കും തർക്കങ്ങൾക്കും പീഡനങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കാൻ വൈകിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സമീപകാല ചരിത്രം നമ്മെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എല്ലാ നിയമങ്ങളും ദൈവത്തിൻ്റെ നിയമമാകട്ടെ ലോകത്തിൻ്റെ നിയമമാകട്ടെ മനുഷ്യൻ ഉണ്ടാക്കിയതാകട്ടെ എല്ലാം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുവാൻ വേണ്ടിയുള്ളതാണ്. നിയമം ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. അതാരായാലും എപ്പോഴെങ്കിലും ശിക്ഷ അനുഭവിച്ചേ തീരൂ. അത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും. നിയമം അനുസരിക്കേണ്ടത് പാലിക്കേണ്ടത് ഭയം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ? ഈ ചോദ്യമാണ് പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും വേർതിരിക്കുന്നത്. ഈശോ ചോദിക്കുന്നത് തന്നെയാണ്. പഴയ നിയമത്തെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ് യേശു ചെയ്തത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയാണ് വേണ്ടത്. ഇക്കാര്യങ്ങൾ സ്വയം പഠിക്കുവാനും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും കഴിവുണ്ടാവണം. അതുകൊണ്ടാണ് രണ്ട് ചോദ്യങ്ങൾ യേശു ചോദിക്കുന്നത്. അത് എക്കാലവും എപ്പോഴും സ്വയം ചോദിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? പശ്ചാത്താപവും മാനസാന്തരവുമാണ് ദൈവം തരുന്ന മുന്നറിയിപ്പുകളുടെ ലക്ഷ്യം. പുതിയ നിയമത്തിൽ നാം കേൾക്കുന്ന ആദ്യ പ്രബോധനങ്ങളെല്ലാം ഇതിനു വേണ്ടിയുള്ളതാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ എന്നാണ് സ്നാപക യോഹന്നാൻ ആവശ്യപ്പെടുന്നത്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ പ്രബോധനങ്ങൾ ആരംഭിക്കുന്നത്. ക്രൈസ്തവ സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട 3 കാര്യങ്ങൾ നമ്മോട് സുവിശേഷം ആവശ്യപ്പെടുന്നുണ്ട്. അതിലാദ്യത്തേത്, ഒരു വിശ്വാസ സമൂഹം തകരാൻ കാരണം കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ തന്നെ വിശ്വാസവും വിശ്വസ്തതയും വിശുദ്ധിയും പാരമ്പര്യവും ആത്മീയ ജീവിതവും ഐക്യവും കൂട്ടായ്മയും നഷ്ടമാകുമ്പോഴാണ് ഈ തകർച്ചകൾക്ക് ആരംഭം കുറിക്കുന്നത്. ആരാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശത്രുവെന്ന് ഒരിക്കൽ കൂടി കണ്ടുപിടിക്കുക നമ്മൾ തന്നെയാണ്. നമ്മുടെ അനൈക്യം മുതലെടുത്തുകൊണ്ടാണ് മറ്റ് ശക്തികൾ നമുക്കെതിരെ അധികാരവും അവകാശവും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കുവാൻ കഴിയുന്നില്ല. നമുക്ക് തന്നെ പരസ്പര വിശ്വാസമില്ല. ഏത് സഭാസമൂഹത്തിന് മുറിവേറ്റാലും വേദനിക്കുന്നത് ക്രിസ്തുവിനാണ് എന്ന തിരിച്ചറിവാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. ഒരു ക്രൈസ്തവൻ്റെ ആവശ്യം എല്ലാ ക്രൈസ്തവൻ്റേതുമാണ് എന്ന സമുദായ സ്നേഹം ഇല്ലാതായിത്തീർന്നു. അതുകൊണ്ട് തന്നെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ആരോപിച്ച് ആർക്കും ആക്രമിക്കാവുന്ന ഏക സമുദായമായി നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. നീ നിൻ്റെ ശത്രുവിനൊപ്പം അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ രമിതപ്പെടുവാൻ പറയുന്നത് വഴി നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ വിശ്വാസത്തിലെ വ്യത്യാസങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് യേശു എന്ന അടിസ്ഥാനത്തിൽ ഐക്യത്തോടെ ഉറച്ചു നിൽക്കുകയും നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും നമുക്കെതിരെ അകാരണമായി കുറ്റമാരോപിക്കുന്നവരോട് പ്രതികരിക്കുകയും പരസ്പരം സംരക്ഷിക്കുകയും രക്ഷാകവചം ഒരുക്കുകയും ചെയ്യുക എന്നത് ഇന്നിൻ്റെ ആവശ്യമാണ്. മതമൗലികവാദവും തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് സജീവമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചിരുന്നാൽ മാത്രം പോരാ, നിയമത്തിൻ്റെ ഏതറ്റം വരെ പോവുകയും പരസ്പരം
സുരക്ഷാ കവചം തീർക്കുകയും വേണം. കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കുക, ശരിയായി വിധിക്കുക എന്ന് യേശു ഇന്ന് നമ്മോട് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. യേശുവിൻ്റെ കാലത്ത് നടന്ന 2 സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തുടർന്ന് ക്രിസ്തു സംസാരിക്കുന്നത്. ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ കാര്യമാണ് അതിലൊന്നാമത്തേത്. അവർ വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തിയവരാണ്. അവർ കൊല്ലപ്പെടുകയോ മുറിവേൽക്കുകയോ ചെയ്തവരാണ്. തൻ്റെ രക്തം ചിന്തി മനുഷ്യകുലത്തെ രക്ഷിച്ച ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ മാർഗം അതുതന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വരെ സന്നദ്ധമാവുക എന്നതാണ് യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ മനോഭാവം. രക്തസാക്ഷികളുടെ ചുടുനീളം വീണ മണ്ണിലാണ് സഭ തഴച്ചു വളരുന്നത്, അതിൽ ശക്തി പ്രാപിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ രക്തസാക്ഷികൾ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയാണ്. നമ്മുടെ ശക്തിയും കൂട്ടായ്മയും എല്ലാം അതുതന്നെയാണ്. അത്തരം സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിലും വിദൂരമല്ല എന്നതിൻ്റെ ലക്ഷണങ്ങൾ പതുക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തെളിയുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും കൈമുതലാക്കി പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തേത്, സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ട ആ ചരിത്ര സംഭവത്തിൽ അവർ തീർത്തും നിരപരാധികളായിരുന്നു. എന്നാൽ ദൈവം തീരുമാനിച്ച സമയത്ത് അവരെ തിരികെ വിളിക്കുകയായിരുന്നു. കള്ളനെപ്പോലെ കടന്നു വരുന്ന മരണത്തെക്കുറിച്ച് നിരവധി മുന്നറിയിപ്പുകൾ യേശു കൃത്യമായി നൽകുന്നുണ്ട്. ഇവിടെയൊന്നും നിലനിൽക്കുന്ന ഭവനം നമുക്കില്ല എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇത്രമാത്രം സഹിക്കുവാൻ, വേദനിക്കുവാൻ, എല്ലാം നഷ്ടപ്പെടുവാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് വിശ്വാസം നഷ്ടമായി പോകുവാൻ ഇടയാകാതിരിക്കട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകുന്ന നിമിഷങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് യേശുവിലേക്ക് മടങ്ങി വരുവാൻ ഈ മുന്നറിയിപ്പുകൾ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പ്രഖ്യാപിച്ച പൗലോസ്ലീഹായെപ്പോലെ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.